കത്തുന്ന വേനലിൽ കുഴൽക്കിണറുകൾ പോലും വറ്റിപ്പോകുന്ന സമയത്തും സ്വാഭാവികമായി നിറഞ്ഞൊഴുകുന്ന കുഴൽക്കിണർ ഒരു നാടിനെയാകെ അത്ഭുതപ്പെടുത്തുകയാണ്. ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ തോട്ടപ്പള്ളിയിൽ ജോസഫിന്റെ കൃഷിയിടത്തിൽ 7 വർഷം മുൻപ് നിർമ്മിച്ച കുഴൽക്കിണറാണ് നിറഞ്ഞൊഴുകി നാട്ടുകാരെ അമ്പരിപ്പിക്കുന്നത്. നാടെങ്ങും കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് പരാതി ഉയർന്നതിനിടയിലും വറ്റാത്ത നീരുറവയൊഴുക്കി നാട്ടുകാരെ ഇന്നും അത്ഭുതപ്പെടുത്തുകയാണ് ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ തോട്ടപ്പള്ളി ജോസഫിന്റെ കൃഷിയിടത്തിലെ കുഴൽക്കിണർ. 7 വർഷം മുമ്പാണ് ഈ കുഴൽക്കിണർ കുഴിച്ചത്. അന്ന് 200 അടി കുഴിച്ചെത്തിയപ്പോൾ തന്നെ നിലയ്ക്കാത്ത ജലപ്രവാഹമായിരുന്നു. പിന്നീട് ഇന്നുവരെ ആ ജലപ്രവാഹം തുടരുന്നുണ്ട്. ഇപ്പോൾ ചുറ്റുപാടും നിരവധി കുഴൽക്കിണറുകൾ വന്നതിനാൽ വെള്ളം പുറത്തേക്കൊഴുകുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഓരോ വർഷവും വേനലിൻ്റെ ചൂട് കൂടുന്നതിനാൽ മലയോരത്തെ കുഴൽക്കിണറുകൾ പോലും വറ്റുന്ന സ്ഥിതിയാണ്. എന്നിട്ടും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുഴൽക്കിണറിലെ നിലയ്ക്കാത്ത ജലപ്രവാഹത്തിൻ്റെ കാരണം മാത്രം അജ്ഞാതമാണെന്ന് ജോസഫിൻ്റെ മകൻ പറയുന്നു. ഒരു 7 കൊല്ലം മുമ്പ് കുഴിച്ചൊരു കുഴൽക്കിണറായത്. ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് 200 അടിയാണ് കുഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ കുഴൽക്കിണർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത് ഇവിടെ തന്നെ വെള്ളം ചാടി മീൻകുളമുണ്ട്. മീൻകുളത്തോടെ വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അന്ന് അറിയുമ്പോഴേക്കും തിരിച്ച് അവിടെ തന്നെ കുഴലിനെ അവിടെ തന്നെ താഴ്ന്നോടെയാണ് ഇത് സംവിധാനം ചെയ്തേക്കുന്നത്. കുഴൽക്കിണറിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളം ഒരു കുളത്തിലേക്കാണ് സ്വീകരിക്കുന്നത്. മീൻ വളർത്താൻ ഉപയോഗിക്കുന്ന ഈ കുളം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന വെള്ളം കിണറിൻ്റെ പരിസരത്ത് തന്നെ മണ്ണിലേക്ക് ഇറക്കുന്നു. അങ്ങനെ കിണർ റീചാർജ് ചെയ്യാനും ഇവർ ശ്രദ്ധിക്കുന്നു. ജോസഫിൻ്റെ വീട്ടുപരിസരത്ത് ഒരു നാടൻ കിണറുണ്ടെങ്കിലും എല്ലാ ആവശ്യത്തിനും വെള്ളമെടുക്കുന്നത് ഈ കുഴൽക്കിണറിൽ നിന്നാണ്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളമെടുക്കുന്ന സമയത്ത് ഏതാനും മണിക്കൂറുകൾ ജലപ്രവാഹം നിലയ്ക്കും. വീണ്ടും പഴയതുപോലെ ഒഴുകി തുടങ്ങും. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.